സാക്ഷാൽ ശ്രീപരമേശ്വരന്റെയും അമ്മയുടെയും കയ്യിൽ നിന്ന് ഉപദേശം കിട്ടിയാൽ പോലും യോഗ ഉണ്ടെങ്കിലേ അത് കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ. നമ്മുടെ പൂർവ്വകർമ്മം എന്തായിരിക്കും തടസ്സമായിട്ട് നിൽക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ കരുതണ മാതിരിയല്ല, നമ്മൾ ഈശ്വരനെ വെച്ചു ആരാധിച്ചു ഒക്കെ ഉണ്ടെങ്കിലും ആ ഗ്രേസ് നമ്മളിലേക്ക് വരാൻ. അതുകൊണ്ടാണ് ഏത് വഴിപാട് കഴിക്കുമ്പോഴും എന്ത് പ്രാർത്ഥിക്കുമ്പോഴും എത്ര തീവ്രമായിട്ടുള്ള ആഗ്രഹമാണെങ്കിലും പ്രാർത്ഥിക്കുമ്പോൾ പറയണം, ഭഗവാനെ എനിക്ക് അർഹത ഉണ്ടെങ്കിൽ തരണേ എന്നാണ്. അല്ലാണ്ട് തരണേ എന്ന് പറഞ്ഞിട്ട് അടിച്ചു പറയരുത്. ഇത് വളരെ പ്രധാനമാണ്. ആ അമ്മ പരാശക്തി ഇത്ര സ്നേഹത്തോടെ തന്നതിൻ്റെ പകുതിയിൽ കൂടുതൽ സാധാരണ മനുഷ്യരിലേക്ക് എത്തിക്കാൻ സാധിക്കാണ്ട്, ലോകത്തിന് നന്മയാകാൻ സാധിക്കാണ്ട് നഷ്ടപ്പെട്ടു പോയി എന്ന് പറഞ്ഞിട്ട് വിഷമിച്ചപ്പോൾ ആ അമ്മയുടെ ഒരു കൽപ്പന കേട്ടു. അത് വിട്ടുപോയ 51 ശ്ലോകങ്ങളെ നീ തന്നെ പൂർത്തിയാക്ക്, എനിക്കതാണ് സന്തോഷം, അത് നീ എഴുതണം, അതിനാണ് ഞാൻ അങ്ങനെ ഒരു നാടകം അവിടെ വെച്ചത്, അതുകൊണ്ടാണ് അത് നിന്നെ വിട്ടുപോയത്. നോക്കൂ, എത്ര വലിയ ഒരു സർട്ടിഫിക്കേഷനാണ്. അതായത് സാക്ഷാൽ മഹാദേവൻ എഴുതിയ 100 ശ്ലോകം, അതിൽ 59 ശ്ലോകവും പോയി, മെജോറിറ്റി പോയി. കുറച്ച് കയറിയ മെജോറിറ്റി ഉള്ളത്, കറക്റ്റ് 50-50 അല്ല പോയത്. 20 ശ്ലോകം 10 ശ്ലോകം അല്ല പോയത്, 59 ശ്ലോകം നഷ്ടപ്പെട്ടു. എന്നിട്ട് അമ്മ പറയണം, അത് നീ എഴുതി പൂർത്തിയാക്കുന്നതാണ് എനിക്ക് സന്തോഷം എന്ന് പറയുമ്പോൾ ആ ശങ്കരൻ സാക്ഷാൽ ശിവൻ തന്നെ എന്നുള്ളതിൻ്റെ ഒരു തെളിവും കൂടിയാണത്. ഈ വിധത്തിൽ ഒരു കൽപ്പന ഉണ്ടായി എന്നാണ് പറഞ്ഞത്. ഉടനെ അവിടെ തന്നെ ഇരുന്ന്, എവിടെ നിന്നാണോ ആ കൽപ്പന കേട്ട് അവിടെ തന്നെ ഇരുന്നിട്ട് അങ്ങനെ ഡാം തുറന്ന പോലെ ഇരുന്ന് അങ്ങോട്ട് അമ്മയെക്കുറിച്ച് അംഗപ്രത്യംഗ വർണ്ണനയായിട്ട് തല തൊട്ട് കാല് വരെ, ശിരസ് തൊട്ട് പാദം വരെ വർണ്ണിച്ചിട്ട് 100 ശ്ലോകങ്ങൾ അങ്ങോട്ട് പൂർത്തിയാക്കിയിരുന്നു.